ഈ സാധാരണ അപ്പം ഒരു റിയാലിറ്റി ഷോ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു സിംഗർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ ഫ്ലറിഷ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കാറ്. പക്ഷെ ചേട്ടൻ്റെ കാര്യത്തിൽ ചേട്ടന് അത്രയ്ക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് പോകാൻ അത്രയ്ക്ക് ഇഷ്ടമല്ല, ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആണ് എപ്പോഴും ചെറിഷ് ചെയ്യുന്നതും അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത്. അതെന്താ? പ്ലേ ബാക്ക് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, പ്ലേ ബാക്ക് സിംഗിങ്ങിന് വിളിക്കുമ്പോൾ ചേട്ടൻ മുങ്ങി 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 പോകുന്ന കേട്ടിട്ടുണ്ട്. അതാ ഞാൻ ചോദിച്ചത്. അതൊക്കെ ഒരു ശരിക്കും അതൊരു പ്രോബ്ലമാണ്. അങ്ങനെ ആവാൻ പാടില്ല. അല്ല, അങ്ങനെ ആവാൻ പാടില്ല. നമ്മള് ഞാൻ വിചാരിച്ചു, ഞാൻ കേട്ടത് ഞാൻ പാടില്ല. അല്ല, അങ്ങനെയല്ല, നമ്മള് അങ്ങനെ ആവാൻ പാടില്ല. ചെന്ന് സഹകരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഞാൻ ഒരല്പം കോൺഷ്യസും അതിനെ കൊണ്ട് പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളുള്ള ഒരു ആളാണ്. ഒരല്പം ആ കാര്യത്തിലൊക്കെ കുറച്ച് അന്തർമുഖനാണ്. അപ്പോൾ ഞങ്ങളൊക്കെ നോക്കിയിരിക്കും ഒരു ജോക്കിരിന്റെ പാട്ട് ഇറങ്ങാനായിട്ട്. അല്ല, പിന്നെ വേറൊരു കേസ്, ഈ വിളിക്കുന്ന പാട്ടുകളില്ല, ആ പാട്ടുകൾ നമ്മളോട്ട് റിലേറ്റ് ചെയ്യാം. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഒന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് പാടാൻ പറ്റണം. ഇതാണോ നമ്മൾക്കൊരു പാട്ട്, നമ്മളെ ഒരു കമ്പോസർ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഒരു പാട്ട് പാടാൻ അപ്രോച്ച് ചെയ്യുമ്പോൾ ചേട്ടൻ നോക്കുന്ന ക്രൈറ്റീരിയ ഇതൊക്കെയാണോ? ക്രൈറ്റീരിയ ഉറപ്പായിട്ടും പാട്ട് കേൾക്കുക, പാട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണം ഒന്ന്. രണ്ട്, അത് പാടാൻ പറ്റണം എഫക്റ്റീവായിട്ട്. അതൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ അവരുടെ സമയം മെനക്കെടുത്തരുതല്ലോ. നമ്മൾ ചെന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ അവരുടെയും ടൈം പോവും, നമ്മളുടെയും. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആലോചിച്ച് വരും, ഓവർ തിങ്ക് ചെയ്ത് വരുമ്പോഴേക്കും സംഭവങ്ങൾ കഴിയും. പിന്നെ ചിലർ ഇപ്പം മ്യൂസിക് ഡയറക്ടേഴ്സിന്, ഇപ്പം ഞാൻ അധികം പാട്ടുകൾ പാടിയിട്ടില്ലെങ്കിലും പാടിയ കുറേ പാട്ടുകൾ നല്ലോണം വന്നിട്ടുണ്ട്. അത് ആ മ്യൂസിക്കിൻ്റെ ക്വാളിറ്റി, അവരുടെ മ്യൂസിക് ഡയറക്ടറിൻ്റെ വിഷൻ അല്ലെങ്കിൽ സിനിമ ഡയറക്ടറിൻ്റെ വിഷനൊക്കെയാണ് നമ്മുടെ ശബ്ദത്തിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിലൊക്കെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ആക്ച്വലി നല്ല പാട്ടുകൾ പാടാൻ പറ്റി. അപ്പോൾ അവരോടാണ് എൻ്റെ താങ്ക്സ്. കാരണം അവർ ആ ക്ഷമയോടുകൂടി എന്നെ റെക്കോർഡ് ചെയ്ത് ഉപയോഗിച്ചല്ലോ. അതെ, ഞാനൊരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് ജോബ് ചേട്ടൻ്റെ പാട്ട് വേണം സിനിമയിൽ. അപ്പോൾ ജോബ് ചേട്ടനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ജോബ് ചേട്ടൻ ഇങ്ങനെ തിരക്കൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് റെക്കോർഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയിട്ട് ട്രിവാൻഡ്രത്ത് ജോബ് ചേട്ടന്റെ വീട്ടിൽ വന്നിട്ട് റെക്കോർഡ് ചെയ്തോണ്ട് പോയി എന്ന് പറഞ്ഞു. തീവണ്ടി സിനിമയിലെ പാട്ട് കൈലാസേട്ടൻ റെക്കോർഡ് ചെയ്യാൻ വന്ന കഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്നാലും ഞാൻ എന്തിനാ അത്രയും നീക്കി പുള്ളിയെ ബുദ്ധിമുട്ടിച്ചത് നേരത്തെ. അപ്പൊ നല്ലൊരു പാട്ടും ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ആ സമയത്ത് ഞാൻ വേറെ എന്തോ ഒരു കാര്യത്തിലായിരുന്നു. പക്ഷെ കൈലാസ് വാസ് ഡിറ്റർമിൻഡ്, വോയിസ് കൊണ്ട് എടുത്തിട്ട് വിടുള്ളൂ. അത് പുള്ളിയുടെ ഒരു ഡിറ്റർമിനേഷനും പുള്ളിക്ക് എന്നോട് ഒരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നല്ലൊരു പാട്ട് പാടാൻ പറ്റി. അപ്പോൾ ഇറ്റ്സ് ഓൾ ബ്ലെസ്സിങ്. പിന്നെ ഞാൻ ഇതേപോലെ ഇങ്ങനെ വന്ന് പിടിച്ച പിടിയാലെ പാടിപ്പിച്ച മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ പിടിച്ച പിടിയാലെ പിടിക്കുക. ദീപക് ദേവ് സാറൊക്കെ സൂപ്പർ സ്റ്റാർ ടൈമിൽ നമ്മുടെ ജഡ്ജായിരുന്നു, മെന്ററാണല്ലോ. അപ്പം സാറിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ മുങ്ങാനൊക്കെ വലിയ പണിയാണ്. പറഞ്ഞു ഒന്നാലൊരു റെസ്പെക്റ്റും ഇഷ്ടവും. സാർ ആ ജോബ് എവിടെ ഉണ്ട്? ഇവിടെ ഒരു പാട്ടുണ്ടോ, താന്ന് വാ. അപ്പം നമ്മൾ ചെന്നിട്ട് പറയും, സാർ ഞാൻ നാളെ വരെ ഇന്ന് അത്ര കണ്ടീഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടെൻഷനൊക്കെ വരുമല്ലോ. പുള്ളി പക്ഷെ കൂളാക്കി എടുക്കും ആദ്യം. എന്നിട്ട് അന്നത് പാടിച്ച് ഏറ്റവും അടിപൊളിയായിട്ട് എടുത്തിട്ടേ പുള്ളി വിടത്തുള്ളൂ. പുള്ളിക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ നല്ലോണം അറിയാം മേ ബി. അപ്പോൾ സാറായതുകൊണ്ട് എനിക്ക് ഞാൻ ടെൻഷനൊക്കെ പോയി ഞാൻ എന്നെ മാക്സിമം ഡെലിവറി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അല്ല, ഇപ്പം ബിജിയേട്ടനായാലും റെക്സേട്ടനായാലും മാണിക്കച്ചിറകുള്ള, അതുപോലെ സപ്തമാശ്രീയിലെ താനെ പൂക്കും റെക്സ് വിജയൻ ചേട്ടൻ്റെ. അപ്പോൾ അങ്ങനെ പലരും, ഷാൻ, ഇവരൊക്കെ എന്നോടൊരു എന്താ പറയുക, എന്നോട് ക്ഷമിച്ച് വോയിസ് എടുത്തിട്ടുള്ള ആൾക്കാരാണ്. വിനീതിൻ്റെ, ഹിഷാമിൻ്റെ കൂടെ പാടുമ്പോഴൊക്കെ ദേ ഓൾ നോ മൈ ക്യാരക്ടർ. അപ്പോൾ ഒരു സൗഹൃദമുണ്ട്. സ്നേഹത്തോടെ അത് വോയിസ് ക്യാപ്ചർ ചെയ്യാന്നുള്ള അവരുടെ ഒരു പേഷ്യൻസിന്റെ ഗുണമാണെന്ന് തോന്നുന്നു. ചേട്ടൻ പ്ലേ ബാക്ക് സിംഗിങ്ങിൽ പാടിയിട്ടുള്ള ഓൾമോസ്റ്റ് പാട്ടുകൾ കുറച്ച് ലൗഡായിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കുറച്ചൊരു വ്യത്യസ്തത തോന്നി. എനിക്ക് ടെക്നിക്കലി അത് എന്താണെന്ന് പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. എനിക്ക് വ്യത്യസ്തത തോന്നുന്ന ചില്ല് റാന്തൽ പാട്ട് കലിയിലെ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഗോപിചന്ദ് ഒരു അടിപൊളി കോമ്പോസിഷനാണ്. നല്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ജോണറും എൻ്റെ ഒരു ഏരിയയിലാണ് ആ പാട്ട്. പിന്നെ നല്ല സമയം ആ പാട്ട് വന്നപ്പോൾ മുങ്ങാൻ നോക്കിയായിരുന്നു? ഇല്ല, അങ്ങനെയല്ല, മുങ്ങാൻ നോക്കിയിട്ടില്ല. അങ്ങനെ എപ്പോഴും മുങ്ങൊന്നുമില്ല. എപ്പോഴും ഞാൻ അവൈലബിൾ ആണ്. എല്ലാവരും നല്ല മ്യൂസിക്. അല്ല, അത് സ്റ്റുഡിയോ ചെന്ന് പുള്ളി നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് സമാധാനത്തിൽ റെക്കോർഡ് ചെയ്തൊരു പാട്ടാണ്.
നല്ല പാട്ടുമാണ്. എനിക്കത് പാട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ആദ്യത്തെ എൻ്റെ ഞാൻ നോക്കുന്നത്. എനിക്ക് പാട്ടിൽ എനിക്കിഷ്ടമുള്ള എലിമെൻറ്റ്സ് ഉണ്ടാവണം എന്ന് ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു പാട്ടല്ലേ, അസാധ്യ കോമ്പോസിഷനും. അത് ആ സിനിമയിൽ വന്നിരിക്കുന്ന ഒരു അത് പ്ലേസ് ചെയ്തേക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. പിന്നെ സിനിമയുടെ ഒരു ക്രൈറ്റീരിയ പല ഒത്തിരി പേരുടെ ഡ്രീമാണ് ഒരു സിനിമ അല്ലേ. അപ്പൊ അതിൽ നമ്മളൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ലല്ലോ. അതാണ് എൻ്റെ ഏറ്റവും സമയം എടുക്കുക. അതിങ്ങനെ ആലോചിച്ച് കൂട്ടും. ചിലപ്പോൾ നമ്മൾ സമയം പോവാം, അവരെ റെക്കോർഡിങ്ങിന് കുറേ വേസ്റ്റ് വെറുതെ ബുദ്ധിമുട്ടിക്കണോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കൂട്ടും. കുറച്ച് അതിന്റെ ആവശ്യമില്ല ശരിക്കും. അപ്പൊ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് വരുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്റെ സമയമല്ലേ പോകുന്നു, നമ്മളിങ്ങനെ പാടി കഴിയുമ്പോൾ ശരിയാണോ. ഞാൻ തന്നെ എത്രയോ കറക്ഷൻസ് ചെയ്ത് എന്റെ തന്നെ ഇഷ്ടം വരെ ചെയ്യുമല്ലോ. നമുക്ക് പിന്നെ ആരുടെ അടുത്തും അതൊരു ഞാൻ തന്നെ അനുഭവിച്ചാൽ മതി ആ ഡിലേ. ആ മൂഡ് കൃത്യമായിട്ട് മൊത്തത്തിലൊരു മൂഡ് സ്വിങ് മൂഡിന്റെ ആളാണ്. എനിക്കത് കറക്റ്റ് ആയാലേ ഇത് പറ്റുള്ളൂ ആർട്ട്. അപ്പോഴേ റിയാലിറ്റി ഷോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഗോൾ സിനിമയിലെ പാട്ട് അഭിനയിച്ച് പാടിയിട്ടുണ്ടല്ലോ, അത് റീവാച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ ചേട്ടൻ? ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ക്യാമറ ഫ്രണ്ട്ലി ഒരു ആളല്ല. പക്ഷെ നല്ല പാട്ടല്ലേ ചേട്ടത്? കാരണം നിങ്ങൾ ഇത്രയും പേരും കൂടെ വരുന്ന അപ്പൊ ട്രെൻഡാണ്. വലിയൊരു സിനിമ അതൊക്കെ ഒക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ക്രീനിൽ വരാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അങ്ങനെ ഒരു കൊറിയോഗ്രാഫ് ഒരു ഡാൻസിലോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ കുഴപ്പമില്ല. ക്യാമറ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കോൺവെർസേഷനിലായതുകൊണ്ട് കുഴപ്പമില്ല. പെർഫോം ചെയ്യുമ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ പെർഫോമിങ്. നേരെ മറിച്ച് ഒരു കൊറിയോഗ്രാഫ്ഡ് ഡാൻസോ അല്ലെങ്കിൽ അഭിനയമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടു. ഐ ഡോണ്ട് ലൈക്ക് ടു ഗോ ബാക്ക് ടു ദാറ്റ്. അതാണ് സത്യം. ചെയ്യേണ്ടിയിരുന്നില്ല. പക്ഷെ കമൽ സാറ് പറഞ്ഞു ചെന്നു. അപ്പോൾ സാറിനോട് നോ പറയുന്നത് മോശമാണെന്ന് തോന്നി. അപ്പോൾ അല്ലാതെ എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ലത്. അല്ല ഷൂട്ടിന്റെ ടൈം ഒക്കെ എങ്ങനെയായിരുന്നു? അത് ഷൂട്ട് 3 ദിവസം എനിക്ക് ബാക്ക് ടു ബാക്ക് ഷൂട്ടായിരുന്നു. പക്ഷെ ചേട്ടൻ ഇപ്പൊ പറയുന്നല്ലോ ചേട്ടന് റീവാച്ച് ചെയ്യാൻ ഇഷ്ടമല്ല എന്ന് പറയുന്നല്ലോ. ആ സമയത്ത് അതൊരു ട്രെൻഡ് സെറ്റർ ആ പാട്ട്. ബിക്കോസ് എന്താന്ന് വെച്ചാൽ ഞാൻ റിയാലിറ്റി ഷോയില് നിങ്ങളെ വന്ന് ഇത്രയും പേരാണ് ഫൈനൽ വരുന്നത്, നിങ്ങൾക്കൊരു അപാര ഫാൻ ബേസ് ഉണ്ട്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം അത്. അപ്പൊ ഈ പാട്ട് ഇങ്ങനെ കിരൺ ടിവിയിലായിരിക്കും മിക്കപ്പോഴും പാട്ട് പ്ലേ ആവുക. അപ്പൊ ഈ പാട്ട് ടിവിയിൽ വരാൻ നമ്മൾ നോക്കിയിരിക്കും. കാരണം നിങ്ങൾ ഇത്രയും പേര് അതിനകത്ത് വരും, മൃദുല ചേച്ചി, ചേട്ടൻ, അങ്ങനെ നിങ്ങളൊരു ടീം ഉണ്ടല്ലോ നിങ്ങൾ വരാനായിട്ട്. അങ്ങനെയൊക്കെ നോക്കി ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ ഞാൻ എന്നെ തന്നെ എനിക്ക് ഇഷ്ടമേ അല്ല അത്. അതുകൊണ്ട് ഞാൻ കാണത്തേ ഇല്ല. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം മ്യൂസിക്കലി സന്തോഷമാണ്. വിദ്യാജിയുടെ ഒരു 4 വരിയെങ്കിലും പാടാൻ പറ്റിയല്ലോ. അപ്പോൾ അദ്ദേഹത്തെ പോലെ ആളുടെ കൂടെ കുറച്ച് നേരം സ്റ്റുഡിയോയിൽ സ്പെൻഡ് ചെയ്തു. കമൽ സാറിൻ്റെ കൂടെ കുറച്ച് നേരം, അതൊക്കെ സന്തോഷം. പക്ഷെ ഐ എം നോട്ട് അറ്റ് ഓൾ എ ക്യാമറാമാൻ ഓർ ഒരു സിനിമ അല്ലെങ്കിൽ അഭിനയം അല്ലെങ്കിൽ കൊറിയോഗ്രാഫി, ഡാൻസ്, ഇതൊന്നും എനിക്ക് ലൈവ് കോൺസേർട്ടിൽ ചിലപ്പോൾ ഞാൻ പാടി ഡാൻസ് ഒക്കെ ചെയ്തിരിക്കും. അതെൻ്റെ ആ മൂഡിൽ സംഭവിച്ചു പോകുന്നു. മറ്റേത് കൊറിയോഗ്രാഫ്ഡ് അല്ലേ, ഒരാളെ തെറ്റിച്ച പോയേ ബാക്കി എല്ലാവരുടെ സമയവും. അതുകൊണ്ട് ചുമ്മാ അപ്പൊ ചേട്ടൻ ഇങ്ങനെ ആലോചിക്കുവോ ഞാൻ മാത്രമല്ല ഞാൻ തെറ്റിക്കുവേ നാച്ചുറലി. പിന്നെ ഫുൾ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ പഠിപ്പിച്ചിട്ടൊക്കെയാണ് സ്റ്റെപ്പൊക്കെ. നമ്മൾ തെറ്റിക്കുമ്പോൾ നാച്ചുറലി പിന്നെ ടേക്കാണ്. അത് ഇഷ്ടമല്ല എനിക്ക് അങ്ങനെ ഒരു സംഭവം. ഞാനങ്ങനെ പോയി പെടില്ല ഇനി ഉറപ്പായിട്ട്. ചേട്ടൻ്റെ ഒരു ഗ്രേറ്റസ്റ്റ് ഫിയർ എന്താ, ഒരു പേടിയുള്ള കാര്യം എന്താ? അല്ല, പല ഹെൽത്ത് ഒരു ആങ്ഷ്യസ് ക്യാരക്ടറാണ് ഞാൻ പൊതുവെ. ഹെൽത്തിൻ്റെ കാര്യത്തിൽ അയ്യോ ഇതെന്താ പ്രശ്നം, മറ്റേ പ്രശ്നമുണ്ടോ, ആ പ്രശ്നമുണ്ടോ, ഇതെന്താ ഇപ്പോൾ കൈ ഇങ്ങനെ മറ്റേ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ആങ്ഷ്യസ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ആങ്സൈറ്റിയുടെ ഒരു എലിമെൻ്റ് ഉണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളിലും. പേടിയെന്നല്ല, എന്താ പറയണ, പേടി തന്നെ ഒരു തരത്തിൽ. ബട്ട് മേ ബി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നൊരു ഇത് കൂടുതലാണ്. ഇത് എന്താ ഇപ്പം പ്രശ്നം, ഇതെന്താ ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞിരിക്കും.